Good morning everyone. Welcome to Kunju's World. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കിച്ചണും ഡൈനിങ് ടേബിളും എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതൊന്നും അല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്നത്തെ കുക്കിംഗ് എങ്ങനെ ഈസി ആക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലും ഫ്രീസറിലും ആയിട്ടാണ് കീപ്പ് ചെയ്യാറ്. അത് ഒരു മാസം 1.5 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ ഒരുമിച്ച് ചെയ്തിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കണ്ടാലോ. ഗാർബേജ് ബാഗ് എന്തിനാ രണ്ടായിട്ട് കീറിയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവും. ഒന്ന് വെളുത്തുള്ളിക്കും ഒന്ന് ഇഞ്ചിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന്റെ തൊലികളൊക്കെ എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് മെസ് അധികം ആവാതെ എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഗാർബേജ് ബാഗിൽ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഗ്ലൗസ് ആണ് കേട്ടോ. ഗ്ലൗസ് ഇല്ലാതെ ഒരു പണിക്ക് ഞാൻ നിൽക്കാറില്ല. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, എന്റെ കൈ പെട്ടെന്ന് പുകയാൻ തുടങ്ങും ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒരുപാട് ഒരുമിച്ച് ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ വെളുത്തുള്ളിയുടെ തൊലികളെല്ലാം കളഞ്ഞിട്ട് അത് രണ്ടായിട്ട് കീറിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. ചെറുതായിട്ടല്ല, അത്യാവശ്യം നന്നായിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ വേവിക്കുക അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആദ്യം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക, എന്നിട്ട് സവാള ഇടുക, ആ പരിപാടി എനിക്കില്ല. സവാള ഇടുക, നന്നായിട്ട് വഴറ്റി കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ മതി. കാരണം ഞാൻ ഓൾറെഡി നന്നായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫുൾ വെളുത്തുള്ളി പാക്കറ്റ് ചോപ്പ് ചെയ്ത് കഴിയുമ്പം എനിക്ക് 4 കപ്പ് നിറച്ച് കിട്ടാറുണ്ട് കേട്ടോ. ആ 4 കപ്പും ഞാൻ ഫ്രീസറിലാണ് വെക്കുക. പിന്നെ ആവശ്യം വരുമ്പോൾ ഒരെണ്ണം തലേന്ന് രാത്രി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ കപ്പിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മേളിൽ വെച്ചാലും കൈ തട്ടി വീണ് പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഫ്രീസറിൽ അത് അങ്ങനെ ഇരുന്നോളൂ എത്ര നാൾ വേണമെങ്കിലും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ പണിയൊക്കെ കഴിഞ്ഞെന്ന്. ഇല്ല, ദാ ഇഞ്ചി കൂടി എനിക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ പകുതി മാറ്റി വെച്ച ഗാർബേജ് ബാഗ് എടുത്ത് വിരിച്ചിട്ട് ദാ ഇഞ്ചിയൊക്കെ കുടഞ്ഞിട്ടിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി ഗ്ലൗസ് ഇടുക എന്നുള്ളതാണ്. കാരണം എനിക്ക് എന്റെ കൈ പുകയ്ക്കാൻ വയ്യ. ഇഞ്ചിയുടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തിട്ട് കുനുകുന അരിഞ്ഞതാ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ ഞാൻ ഇഞ്ചി എപ്പോഴും ചെയ്യുക. കാരണം ഈ ചോപ്പറിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ചോപ്പിങ്ങും പിന്നെ ഒന്ന് പ്യൂരി ഉണ്ടാക്കാനും. പക്ഷെ ഇഞ്ചി ഞാൻ ഒരിക്കലും പ്യൂരി ചെയ്യാറില്ല കേട്ടോ. എനിവേസ് ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇഞ്ചി കറികളിൽ കടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത് കേട്ടോ. ഇഞ്ചി കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ടിപ്പും കൂടെയാണിത്. ഞാൻ ഇഞ്ചി ഫ്രോസൺ ചെയ്യുന്നത് എപ്പോഴും പാർച്ച്മെന്റ് പേപ്പറിലാണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ ഷേപ്ഡ് പാർച്ച്മെന്റ് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരു സ്ക്വയർ ഷേപ്ഡ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സാധാ നൈഫോ എന്തെങ്കിലും എടുത്തിട്ട് അതൊന്ന് സ്ക്വയർ ഷേപ്ഡിൽ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതെ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് പോലെ അവിടെ ഇവിടെയും ചന്നം പിന്നം കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര വലിപ്പത്തിലും നീളത്തിലുമാണോ ഇഞ്ചിയുടെ കഷ്ണം വേണ്ടത് അതേപോലെ ആ ഒരു സ്ക്വയർ ഷേപ്ഡിൽ കട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ 4 പേപ്പറിലും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് ഈ പേപ്പർ ഓരോന്നോരോന്നായിട്ട് അട്ടിയായിട്ട് അടുക്കി വെക്കാം എന്ന് പറയണത് പോലെ നന്നായിട്ട് അടുക്കി ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കത് ഫ്രോസൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 8 to 10 hours നന്നായിട്ട് ഫ്രോസൺ ആയി കിട്ടി. ഇനിയിപ്പോ ഒന്നുമില്ല, അതാ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ സിപ്ലോക്ക് ബാഗ് എടുക്കുക, ആ ഫ്രോസൺ ആയിട്ടിരിക്കുന്നതെല്ലാം ഒടിച്ച് ആ സിപ്ലോക്ക് ബാഗിലേക്ക് ഇടുക, എന്നിട്ട് ഫ്രീസറിലേക്ക് തന്നെ വെച്ചേക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. ഇത് ഇഞ്ചിനീരും നാരങ്ങാനീരും തേനും കൂടെ മിക്സ് ചെയ്ത ഡ്രിങ്ക് ആണ്. ഭയങ്കര നല്ലൊരു ഡ്രിങ്ക് ആണ്. ഹെൽത്തിന് ഇമ്മ്യൂണിറ്റി പവർ നന്നാക്കാനും അതുപോലെ തന്നെ നമ്മുടെ കോഫൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.